എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നണേ? പാവപ്പെട്ടവന് വേറെ വരാൻ വഴിയില്ലാത്തതുകൊണ്ടാണ്, അവരെ ഗതികേട് കൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ വരേണ്ടി വന്നത്. മനസ്സിലായോ? ഈ ഒരു ആവേശമൊന്നും അവരൊന്നും അവിടെ കിടക്കുമ്പോ കാണിക്കില്ലല്ലോ. അപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഈ ആവേശം. ഇത്രേ ഉള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഒരുത്തനെ കൊന്നു, അപ്പൊ നിങ്ങൾ ഇത്രേ ഉള്ളെന്ന് പറയാൻ വേണ്ടിട്ടില്ലായിരുന്നല്ല. അവരുടെ വീട്ടിൽ ബുദ്ധിമുട്ട് പ്രശ്നമാക്കി. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കണം. ഞങ്ങൾ പറഞ്ഞ് ന്യായമായ ആവശ്യം പറഞ്ഞ് നിങ്ങൾക്ക് നടത്തി തരാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഒക്കെ സംസാരിക്കണ്ടേ? സൈഡ് വഴി ഇരുന്ന് നൈസായിട്ട് ബൂട്ടിട്ട് ചവിട്ടുന്നു കാലിൽ. അത് പറഞ്ഞപ്പോ അവിടെ കാല് വെക്കാൻ സ്ഥലമില്ലാത്തോണ്ടാണ്. ഞാൻ ഇനി 2 സെന്റ് മേടിച്ചു തരാം. കാല് വെച്ച് എന്റെ കാലത്തോടെ വെക്കണ്ടേ? നിങ്ങൾക്ക് ഞാൻ എവിടെ വെച്ചതാ? ഞാൻ കാലം കളിച്ചിട്ടില്ല. കേട്ടല്ലോ, നിങ്ങളുടെ പ്രശ്നത്തിന് സ്ഥലമല്ലേ നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ലല്ലോ ഞങ്ങൾ വന്നേ. ഞങ്ങൾ മിണ്ടാതെ ഇവിടെ വന്നപ്പോ എന്താ കാണിച്ചേ? ഗേറ്റ് അടച്ചു. സൂപ്രണ്ടിനെ കാണുമെന്ന് മാത്രമേ നമ്മുടെ ആവശ്യം പോകുമായിരുന്നല്ലോ. കണ്ടിട്ട് മിണ്ടാതെ പോകുമായിരുന്നല്ലോ. അപ്പൊ ഗേറ്റ് അടച്ചു. നിലപാടാണ് ഈ കാക്കിട്ടവന്മാരല്ല. എവിടേക്ക് അടിയിലിട്ടിരിക്കുന്നത് എന്താണ്? ചുവന്ന കളറിലുള്ള നിൽക്കുന്നതായിരിക്കും. പ്രതിഷേധം പ്രതിഷേധം നിങ്ങളറിഞ്ഞോ മാളോരെ, നിങ്ങളറിഞ്ഞോ മാളോരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പറഞ്ഞു ചികിത്സയുടെ പേര് പറഞ്ഞ് പാവം പാവം രോഗികളെ, പാവം പാവം രോഗികളെ, പാവം പാവം രോഗികളെ, പാവം പാവം രോഗികളെ കൊന്നു തള്ളിയ സർക്കാർ, കൊന്നു തള്ളിയ സർക്കാർ. നിങ്ങൾ എന്തിനാണ് തുറന്നിരിക്കുന്നത്? ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം $10-20 രൂപ വെച്ച് മേടിക്കുന്നു. മൊത്തം ചെലവഴിച്ച് കിടക്കും. ഇതിപ്പോ ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഈ സൂപ്പർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പഠിക്കണ്ട, പൈസ മേടിക്കാൻ മാത്രമേ അറിയാം. എല്ലാവർക്കും പൈസ മതി, അല്ലെങ്കിൽ എന്തോ എല്ലാം ബിസിനസ്സാണ്. അല്ല, ഒരു സാധനത്തേക്ക് തുറന്നു വയ്ക്കുന്ന നടത്തിടാൻ പറ. അതുകൊണ്ടാണ് പറയുന്നത് അയാളെ ഒന്നെങ്കിൽ സൂപ്പറിനോട് പുറത്തു വരാൻ പറയാം, അല്ലെങ്കിൽ അയാളുടെ ഓഫീസിൽ പോയി നമുക്ക് കാണാം. അയാളെ കണ്ട അയാളെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ തരാതെ നമ്മളിവിടെ പോകില്ല. സാറേ, ഇത് കാര്യമായിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഇത്രയും നേരം നമ്മൾ സമാധാനപരമായി സമ്മതിച്ചു. നമ്മുടെ ഏകദേശം 5ഓളം പ്രവർത്തകരെ നിങ്ങൾ ആശയം ചെയ്തുകൊണ്ട് എല്ലാം നമ്മൾ സമ്മതിക്കും.